തുടങ്ങാം. ഇത്രയും ഗതികെട്ടവൻ വേറെ കാണൂല. ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ അവാർഡ് കിട്ടുന്നത്. അതിനെന്തിനാ അങ്ങോട്ട് കയറ്റി വിട്ടത്? അല്ല, ഞാൻ ചോദിക്കുന്നത് ഡോക്ടർ ബിന്നി ഡോക്ടറാണോ? കറക്റ്റ് ആണെന്നാണ് പറയണത്. ബ്ലഡ് ക്ലോട്ട് ചെയ്യണത് ഏത് വൈറ്റമിൻ വെച്ചിട്ട് അറിഞ്ഞൂടാ ഡോക്ടറിന്. The next category of award is for the director of popular music album. ഒരുമിച്ച് പറയില്ല, ഒരാളെയും കൂടി വിളിക്കണം. നമ്മുടെ ടൈറ്റിൽ സ്പോൺസർ അസാസിന്റെ MD ആയിട്ടുള്ള ആസിഫിക്കനെ കൂടി ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കാണ്. ഞാൻ വിചാരിച്ചു ഏതോ 19 വയസ്സുള്ള ആളായിരിക്കും ആസിഫിക്കാന്നൊക്കെ വിളിച്ചപ്പോ വെരി യങ്. നെവിനുണ്ടല്ലേ? ഇവരൊക്കെയാണ് മെയിൻ. ഓക്കെ, ഭയങ്കര ഹാൻസം. ഓക്കെ, നമുക്ക് ഈ അവാർഡ് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് താരം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒനിലേട്ടനെ ഞാൻ വിളിക്കാണ്. ഒനിൽ സാബു. ക്ഷമിക്കണം, ഒനിൽ സാബു ഒരു പ്രത്യേകതരം സാഹചര്യം കൊണ്ട് പോയ കാര്യം ഇവർ അറിഞ്ഞിട്ടില്ല, പക്ഷെ ഞാനാണ് അറിഞ്ഞത്. അയ്യോ, 4 അല്ല, മെയിൻ ആയിട്ട് 2 പേര്, ബിന്നിയും നെവിനും. അവരാണ് മെയിൻ. ബാക്കിയൊക്കെ അങ്ങോട്ട് മാറിയിരിക്കണം. അനൗൺസ് ചെയ്യാല്ലേ? Yes. So director of popular music album, പ്രിയതമ വിനു വിജയ്. വന്ന് നമ്മളെ വിനു ചേട്ടൻ വന്നു. കുറച്ചേരം ഞാൻ ആഗ്രഹിക്കട്ടെ പ്ലീസ്. പ്ലീസ്. അപ്പോ വിനു വിജയനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും അറിയില്ല, ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇനിയിപ്പോ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോ പല ക്യാപ്ഷനോടെ വന്നേക്കാം, ബട്ട് ഇറ്റ്സ് ഓക്കെ. എനിക്ക് തോന്നുന്നു ഞങ്ങളെക്കാട്ടിയും കൂടുതൽ വിനു വിജയാണ് ഇപ്പം സോഷ്യൽ മീഡിയ കത്തി നിൽക്കുന്നത്. സത്യം വിനു. എന്റെ പൊന്ന് മോളെ, നിന്നെ കാരണമാണ് ഈ വിനു ഇതേ കണക്ക് കത്തി നിക്കണം. അല്ലേ? ആണ്. ഞാൻ പറയൂല ബിന്നിയെ കാരണമാണെന്ന്. എടി വിന്നി, നീ തിന്നണേന് വരെ കണക്ക് പറയുന്നുണ്ട് കേട്ടോ. നിന്റെ ചാനലിൽ ഒരേ വീഡിയോകൾ ഇട്ടതില്ലേ? നീ നെവിൻ വന്നിരുന്ന ആധാരം വിറ്റ് വരെ, എൻ്റെ ആധാരം വരെ പണയം വെക്കേണ്ടി വരും. ഇങ്ങനെ തിന്ന് മുടിച്ചിട്ട് പോയാ നീ പറഞ്ഞ ഒരേ വാക്കുകൾ മറക്കൂലേട്ടാ ജനങ്ങള്. ആ പാവപ്പെട്ടവനായതുകൊണ്ട് അവയെല്ലാം തമാശക്ക് കാണുന്നോണ്ട് കൊള്ള. ഇവൻ തിന്ന് മുടിക്കാനായിട്ട് പണ്ടാരടങ്ങാനായിട്ട് വന്ന് കിടക്കണം എന്നും പറഞ്ഞുകൊണ്ട് ലൈവിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് വീഡിയോ കോള് ആ അക്ബറിനെയൊക്കെ വിളിച്ചിട്ട് കാണിച്ചിട്ടുണ്ടെടി. നിനക്ക് എത്ര വിവരം ഉണ്ടടി ആ പാവപ്പെട്ടവനായോണ്ട് കൊള്ളാടി. കാരണം കൂടി ഉണ്ട്, പലരും PR ചെയ്യാറുണ്ട്. പക്ഷെ വിനു എന്നുള്ള പേര് ഏറ്റവും ഹിറ്റാക്കിയതിനും ഏറ്റവും കടപ്പെട്ടിരിക്കേണ്ട ഒരാള് ഞാനാണ്. കാരണം വിനുവിനെ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കിയിരിക്കുന്ന ബിഗ് ബോസ്. എല്ലാരും ഒന്ന് കൈയടിക്കുക. വിനുവിനെ ഫേമസ് ആക്കിയത് ഞാനാണ്. ഇതൊക്കെ എന്തിനാ അവിടെ വന്ന് വിളമ്പണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. PR വിനു അനുമോളെ വാലി തൂങ്ങി നടന്നാണ് വിനു ഫേമസ് ആയത്, അല്ലാതെ നീ അല്ല വിനുവിനെ ഫേമസ് ആക്കിയത് കേട്ടാ. അല്ല, സത്യം പറഞ്ഞ ബിന്നി തന്നെയാണ് ഫേമസ്. ബിന്നി അതിനകത്ത് പറഞ്ഞില്ല. നീ കള്ളത്തരം പറഞ്ഞടി. കുത്തിത്തിരിപ്പേ അനുമോള് 16 ലക്ഷം PR കൊടുത്തെന്ന് കുത്തിത്തിരിപ്പ് പറഞ്ഞ് നീ ഫേമസ് ആക്കി. അത് ശരിയാണ്. അതാണ് ഇത്ര ക്രെഡിറ്റില് പറയണത്. വ്യക്തി ഞാനാണ്. ഒരു പേയ്മെന്റ്, ഒരു പ്രൊമോഷനോ ഒന്നും കൂടാതെ ഒരു പേയ്മെന്റ് വാങ്ങിക്കാതെയാണ് ഞാൻ അത് ചെയ്തത്. അതിനുള്ള നന്ദി നീ എനിക്ക് കാണിക്കണം. അല്ലമ്മ, ഞാൻ ആലോചിക്കുന്ന വിനുവിന്റെ കാര്യമാണ്. പുള്ളിക്കാരന് അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ കൊണ്ട് പിടിച്ചു നിർത്തി. എന്നിട്ട് എന്തങ്ങ് പൊരിക്കുക, ഇവള് നാണം കെടുത്തി. എന്നിട്ട് സത്യം എന്തൊക്കെയാണ് വിനു ഒന്നും മിണ്ടണില്ല, ഇങ്ങനെ നിക്കണു. കുറച്ചുകൂടെ കഴിയുമ്പോ നോക്കിക്കോ, പാവപ്പെട്ട ബാക്കിൽ എവിടെ പോയി നിക്കും. എന്തരാന്തോ ബോധം ഇല്ലാതെ ബാധയ്ക്ക് ബാധ, കോതയ്ക്ക് കോതാന്ന് പറഞ്ഞ വിനുവിനെ പറ്റിട്ട് ആദ്യം വിനു അടുത്ത ആള് പറയണം. ഒരാള് പറഞ്ഞു കഴിഞ്ഞ് ഇനി അടുത്ത ആള് പറയട്ടെ. എന്തിനാ എന്തോ അവാർഡ് കൊടുക്കാൻ കൊണ്ട് പിടിച്ചു നിർത്തിയിരിക്കണത്. ഗുമ്മില്ല. ഞാൻ വിചാരിച്ച വല്ല എന്താ പറയാ വല്ല തണ്ട വൈബൊക്കെ ഉള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കും വിചാരിച്ചാണ്ട് വിട്ടു. പിന്നെ നോക്കി കഴിഞ്ഞപ്പോ സോഷ്യൽ മീഡിയയിൽ ഒരാൾ ഇങ്ങനെ ക്യൂട്ട്നെസ് ഒക്കെ വാരി വെതർ ഇങ്ങനെ നിൽക്കുന്നു. സോ എനിക്ക് തോന്നുന്നു ഇപ്പം എല്ലാവർക്കും ഇപ്പം കേരളത്തിലുള്ള എല്ലാ പെൺപിള്ളേരുടെ ഒരു പ്രത്യേകത, ഒരു ഹരമാണ്. ഇപ്പൊ PR എന്ന് പറയുമ്പോഴത്തേക്കും വിനുവിന്റെ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പോ? ആരുമില്ല.
പൊന്നു സഹോദര, ഇത് കല്യാണം കഴിഞ്ഞ് മക്കളങ്ങണ്ട ഉള്ള പയ്യനല്ലേ? ഇത്ര പേരുണ്ട് പി ആറിന്റെ പറ്റും പറഞ്ഞിട്ട് വിനുവിന്റെ പിറക്കേന്ന് ഉള്ളവരെല്ലാരും കമന്റ് ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാ വിനുവിന്റെ പിറക്കേന്ന് നടക്കണ? ഇപ്പൊ നെവിൻ പറയണ ക്യൂട്ടായിട്ടുള്ള എന്തായിരുന്നു ഹരമായിട്ടുള്ള ബിനു, ഹരമായിട്ടുള്ള ബിനു ഭയങ്കര ഫാൻസ് ആണ്. ഗേൾസുകൾ എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. ഓക്കെ, എനിക്ക് കുറെ മെസ്സേജസ് ഒക്കെ വരാറുണ്ട് കേട്ടോ. ഇതൊക്കെ ഇവനെ ആൾക്കാരായിരിക്കും എനിക്ക് തോന്നുന്നു. ഓക്കെ, ഇല്ല ഞങ്ങള് പിന്നെ വിനു ഒരു നല്ലൊരു തങ്കപ്പെട്ട മനുഷ്യനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. കുറച്ചു നേരം ഞങ്ങൾ സംസാരിച്ചുള്ളൂ. പാവം, അതായത് വിരലിങ്ങനെ ഇട്ടാ പോലും കടിക്കാത്തൊരു അതിന് ഇതൊക്കെ ആർക്ക് കേക്കണം? അവിടെ ആകെപ്പാടെ 10-20 പേരെ കണ്ട് ഇരിക്കുന്നു. അവർക്ക് ഒന്നും കേൾക്കേണ്ട ആവശ്യമില്ല. അവരൊക്കെ അവാർഡ് മേടിക്കാനും കൊടുക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കണ മനുഷ്യന്മാരാണ്. ഇതൊക്കെ എന്തിനാ അവര് പറഞ്ഞു കൊടുക്കുന്ന കാര്യം എന്ത്? പാവം അല്ലേ വിനു? അവിടെ പിടിച്ചോണ്ട് നിർത്തിയിട്ട് 5-6-7 മിനിറ്റ് അങ്ങ് നിന്ന് പ്രസംഗിക്കുകയാണ്. ഇഷ്ടം. ഇനി 2 വാക്ക് സംസാരിച്ചോളൂ. പറയാൻ കാണും. ഒരു അവാർഡ് തരട്ടെ ചോദിച്ചു, ഞാൻ ഓക്കെ പറഞ്ഞു. പക്ഷെ ഇത്രയും വലിയ അവാർഡാണെന്ന് വിചാരിച്ചില്ല. വിനു എയറിൽ കയറ്റിയ ആളെ കൊണ്ട് തന്നെ അത് തന്നെ. ഇതിനേക്ക് എന്തിനാ അവാർഡ് കൊടുക്കാൻ കൊണ്ട് നിർത്തിയിരിക്കണത്? എനിക്കറിഞ്ഞൂടെ, ഒരു വിവരവും ഇല്ല. വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ പറയുന്നു. ഡോക്ടറാണെന്നൊക്കെ ഡോക്ടർ ചേച്ചിയാണെന്നൊക്കെ പറയണു. എന്തരൊക്കെ വായി തോന്നണ വിളിച്ച് പറയണ ഒരു പെണ്ണും പിള്ള. ഈ പെണ്ണും പിള്ളയെ പിടിച്ചോണ്ട് വന്ന് പിന്നെ അവാർഡ് കൊടുക്കാൻ കൊണ്ടുവന്ന് നിർത്തി. ആ പാവപ്പെട്ടവനെ കരിപ്പിച്ച്, ഇനി കരിപ്പിക്കാനൊന്നുമില്ല. ബിഗ് ബോസിൽ നടന്നതും പി ആർ എന്നും പറഞ്ഞ് വായി തോന്നിയ അത്രയും 10 പേരുണ്ടെങ്കിൽ ആ 10 പേരെടുത്ത് വിളിച്ചു പറഞ്ഞു. ഇത് കണ്ടുകൊണ്ടിരിക്കണം. ചേച്ചി ഇതുവരെ ബിഗ് ബോസ് യൂണിവേഴ്സിൽ നിന്ന് ഇറങ്ങിയില്ല. തോക്കി കയറി വെടി വെക്കാതിരി. എന്തരായാലും പി ആർ വിനു നിന്നെ ഫേമസ് ആക്കിയ ഈ കുത്തിത്തിരിപ്പ് വിന്നി ഉണ്ടല്ലോ, വിന്നിയുടെ കൂടെ കടന്ന് കറങ്ങി നീയും ഇപ്പം എയറിൽ കയറിയിരിക്കുകയാണ്. അത് ബിന്നിയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയൊന്ന്. ഒരു മനുഷ്യന് കിട്ടോ ഇത്രയും വലിയ ഭാഗ്യം? നമുക്കന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്ത റേഞ്ചിനാണ് അവാർഡ് കൊടുത്തത്. ഇനി ഇതിൽ വെച്ച് എന്തോന്ന് തുടക്കമാണോ എന്തോ ഈ അവാർഡിൽ നിന്നും അവസാനമാണെന്ന് എനിക്ക് തോന്നണ. ബിന്നിയുടെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിച്ചതിന് ശേഷം വിനുവിന്റെ അധപതനമായിരുന്നു മൊത്തം. പിന്നെ അന്തരശക്തിയാണെന്ന് തോന്നണ് നമ്മളെ കുത്തിത്തിരിപ്പ് വിന്നി. വിനുവിന് അവാർഡ് കൊടുപ്പിക്കുക എന്ന് പറയുന്നത് ചരിത്ര ഇത് തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു അവാർഡ് ഫംഗ്ഷൻ. യവനെ പറ്റി പറഞ്ഞ് പി ആർ യവനാണ് പി ആർ ലക്ഷങ്ങൾ മേടിച്ചതെന്ന്, അനിമോളെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ മേടിച്ചെന്ന് പറഞ്ഞ ഈ കുത്തിത്തിരിപ്പിന്റെ കൈ കൊണ്ട് എന്നെ നീ അവാർഡ് മേടിച്ചെങ്കിൽ നീ മിടുമിടുക്ക. അതോടുകൂടി നിന്റെ നാശം. എന്റെ പൊന്നു വിനു, ഇനി പ്രസിഡന്റിന്റെ മേടിച്ചാലും ഇത്രയും ഒരു പ്രിവിലേജ് ഇനി വിനുവിന് കിട്ടൂല. ഇതൊക്കെ ഇത് ഭാഗ്യമാണ് വിന്നിന്റെ കയ്യിൽ നിന്ന് മേടിക്കാന്നൊക്കെ പറയണത്. അങ്ങനെ പറയില്ല, ഇത് ഭാഗ്യമാണെന്ന് പറഞ്ഞു. ഭാഗ്യമാണ്. അവന്റെ എഴുന്നേറ്റം പോയി. ഭാഗ്യമാണ്, നമ്മൾ അങ്ങനെ പറയാവൂ. പിന്നെ ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇത്രയും, അതും ഡോക്ടർ ബിന്നി. ഞാൻ ചിന്തിച്ചു നോക്കട്ട്. ഡോക്ടർ ഈ ചൈനന്ന് മേടിക്കുന്ന ഫുള്ള് ഉടായിപ്പാണല്ലോ. ചൈന എന്നുള്ള കമ്പനി ഫുള്ള് ഉടായിപ്പാണ്. ഈ കുറെ പേര് പറയുന്നത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് അടി ഇടിയൊക്കെയാണ് നടക്കുന്നത്. ശരിക്കും അങ്ങനെ ഉണ്ടോ? നിങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണോ? അങ്ങനെയല്ല. ഞാൻ എയറിലായിരുന്നു. വിനു എന്നെ എയറിൽ വിട്ടിരിക്കുവായിരുന്നു. ഇപ്പോഴാണ് താഴോട്ട് വന്നത്. ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡ് വിനുവിന് കൊടുക്കാൻ വേണ്ടി. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കണം നമ്മളെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കാം. ഇവിടെ വന്ന് ഇരിക്കണ ഈ തള്ളൊക്കെ കേട്ടോണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവർക്കൊന്നും പറയാനും വയ്യ. എവളെ രംഗങ്ങളെല്ലാം ബിഗ് ബോസ് ഹൗസിൽ കണ്ടതാണ്. വെളിയിൽ ഇറങ്ങിയിട്ട് എവള് പരദൂഷണം പറഞ്ഞുകൊണ്ട് കിടന്ന ആ നാക്ക് വെച്ച് എന്തെല്ലാം പറഞ്ഞ പരദൂഷണക്കാരി. പോരെങ്കിൽ കൊടുത്ത ഫുഡിന് പോലും വിളിച്ച് കണക്ക് പറഞ്ഞ ആ പാവപ്പെട്ടവന് തിരുവനന്തപുരത്തുനിന്ന് ഓട്ടിച്ച ഒരു സ്ത്രീയാണ്. ആധാരം പണയം വെച്ചും ഉള്ള സ്വർണം പണയം വെച്ചും വീട് വരെ വിൽക്കേണ്ടി വരുമെന്നും പറഞ്ഞ് ലോകത്തുള്ള ജനങ്ങളെ മൊത്തം ബിഗ് ബോസ് ഹൗസിനുള്ളവരെ മൊത്തം വീഡിയോ കോള് വിളിച്ചിട്ട് അവരെ കാണിച്ചു കൊടുത്ത് കണ്ടാ തീറ്റിപ്പണ്ടാരം തിന്നണണ്ട. തീറ്റിപ്പണ്ടാരം കണ്ടായിരുന്നു ഞങ്ങളത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ കറി എടുത്ത് അവളെ മണ്ടേ കൂടെ ഒഴിച്ചിട്ട് അതിനുശേഷം അവിടെ എവിടെയും കൊണ്ട് നടന്ന് ആ ലുലു മാളിലൊക്കെ കൊണ്ട് നടന്നിട്ട് ഓരോരുത്തരടുത്തും എന്തെല്ലാം പറഞ്ഞു. പിന്നീ അതൊരു മണ്ടനായോണ്ട് എല്ലാം ഇങ്ങനെ സഹിച്ചു പോകണം. സത്യമാണ്. എനിക്ക് പാവം തോന്നി. ആ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ നോക്കിക്കാണ് അവൻ വാരി വിഴുങ്ങണത്. ഇത് കാണിച്ചു തരാം. നോക്കിക്കാണ് അക്ബറെ, ഇതാണ്ടാ അവൻ വെട്ടി വിഴുങ്ങണ. അയ്യോ, വീട് വരെ വിൽക്കേണ്ടി വരും. അവൻ ഇപ്പം വന്നിട്ട് തന്നെ കുറേ ദിവസമായി. ഇനി അവൻ പോണ ലക്ഷണമൊന്നുമില്ല. പണ്ടാരടങ്ങ മുടിഞ്ഞു പോട്ടെ എന്ന് വരെ അവളാ ഇതില്. അവള് പ്രാവി തൊലച്ചവൾ.
ജസ്റ്റ് ഒന്ന് താഴെ ഇറങ്ങിയതാ, നാളെ വീണ്ടും ഏറി കയറുമെന്ന് തോന്നുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ബെന്നിക്ക് ഏറി കയറുന്നതിൽ ഇത്ര സങ്കടം ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ ലവ് സൈബർ ബുള്ളിങ്ങിനെ. അത് കേറ്റേണ്ട രീതിയിൽ കേറ്റുമ്പോ ശരിയായിക്കോളും. അതുവരെ നല്ല സന്തോഷമായിരിക്കും. ആരെങ്കിലൊക്കെ എന്നൊന്ന് ബുള്ളി ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കാത്തിരിക്കുകയാണ്. ഇപ്പം വിനുവിനെ പോലുള്ള ഒരു ആൾക്കാരുള്ളത് കൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസ്റ്റിന്റെ കമന്റിലേക്ക് ഒരു തെറിവിളി ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഉറപ്പിച്ചു 3 മില്യൺ എങ്കിൽ 5 മില്യൺ. അല്ല, ആളെന്തിനാ അവിടെ പിടിച്ചു നിർത്തിയിരിക്കണത്? അവനെ അവിടെ പിടിച്ചു നിർത്തിയിട്ട് ഈ 2 സാധനം കൂടെ അപ്പുറവും ഇപ്പുറവും നിന്നും കൊണ്ട് പരദൂഷണങ്ങൾ പറയണതല്ലാതെ യവൻ നിന്ന് വിയർത്ത് പണ്ടാരം അടങ്ങി അവിടെ മുള്ളണ ലക്ഷണം വരെ ആയി. ഇത്രയും ഗതി കെട്ടവൻ അല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ആളാണ്. ഞാൻ പഠിപ്പിച്ചു തരാം ഡോക്ടർ ബെന്നി എങ്ങനെ ജീവിക്കണം എന്നുള്ള. തൊലിക്കെട്ടില്ല. ബാക്കിയുള്ള ബാക്കിൽ നിൽക്കണ 2-3 ചേട്ടന്മാര് എന്തിനിങ്ങനെ വന്ന് വെറുപ്പിക്കുന്നത്? സ്റ്റേജ് കിട്ടിയ അതന്നെ, ഒരു സ്റ്റേജ് കിട്ടി അങ്ങ് തള്ളി മാറി. എന്തോ സിനിമയിലൊക്കെ അഭിനയിച്ചെന്നോ, സീരിയലില്ല അഭിനയിച്ചെന്നോ. കല്ലറ അംബികയുടെ അമ്മയും കണ്ട് മരിച്ചു കിടന്നപ്പോ വന്ന് നിന്നും കൊണ്ട് അത് കോമഡി ആയിരുന്നു. മരിച്ചു കിടക്കാണ്, ബോഡി കിടക്കാണ്, ചിരിക്കാണ് പറഞ്ഞ് കഥ പറഞ്ഞ് ചിരിക്കാണ്. എന്നിട്ട് അങ്ങോട്ട് നോക്കി ആ മരിച്ചു കിടക്കുന്ന ആളിനെ ചൂണ്ടിക്കാണിച്ചിട്ട് അതാണ് കൂടെ അഭിനയിച്ചെന്ന് പറയണേട്ട്. പിന്നെ ഈ വിനുവിന് പിന്നെ എന്താ സംഭവിച്ചാന്തോ കാണാനൊന്നും ഇല്ല. ഈ അവാർഡും വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഒരു പൊടി പോലും ഇല്ല. എനിക്ക് നല്ല തൊലിക്കെട്ടിയുണ്ട്. അല്ല, അതിനൊരു ഗട്സ് വേണം കേട്ടോ, ഈ സൈബർ ബുള്ളിങ്ങിനുള്ള. അതിനൊരു അല്ല, എന്നെ പുള്ളി എനിക്ക് ഇഷ്ടപ്പെട്ട് പുള്ളി ചെയ്യണം. കുറച്ച് ചളി അങ്ങ് വാരി എറിയണം സ്റ്റേജിലോട്ട്. ഇമാതിരി ചളിയാണ് അതിനകത്ത് നിന്ന് അടിക്കണത്. കുറച്ച് പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നുണ്ട്. കുഴിമന്തി ഒന്നും അല്ല ഇത്. ഇതെന്ത് രണ്ടും കൂടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തോ തിന്ന കാര്യം കുടിച്ച കാര്യം. കുഴിമന്തി ഒന്നും അല്ല. അന്ന് ഈ പോയി അവിടെ എവിടെയും പോയിരുന്ന് തിന്നണതും കുടിക്കണതും ഒക്കെയാണ് ഇരുന്ന് വിളിച്ചു പറയണത്. അവാർഡ് കൊടുക്കാൻ വന്നേ ആ പാവപ്പെട്ട ബാക്കി പോയി ഒളിച്ചിരിക്കണേ. ഇവക്കൊക്കെ എന്തോന്ന് തലയ്ക്ക് സുഖമില്ലേ എന്നൊക്കെ അങ്ങ് വിചാരിച്ചു പോണു. അനുഭവിച്ചിറങ്ങില്ല. വീണു ബാക്ക് ചെയ്യുന്നോണ്ട് ഇതെന്ത് തേങ്ങ. എനിക്ക് പണ്ട് മുതലേ എനിക്ക് കിട്ടിയിട്ടുള്ള ഇത് എനിക്ക് കിട്ടിയ അവാർഡാണ്. ഇത്രയും കേട്ട് നാറ്റൊക്കെ ഒരു 5 മിനിറ്റ് കേട്ടോണ്ട് നിന്ന് ഇനി അവിടെ നിന്ന് കഴിഞ്ഞാ ഒരു അരമണിക്കൂർ വീണ്ടും നിക്കേണ്ടി വരും. നാറ്റ കേസായി. എനിക്ക് കിട്ടിയ അവാർഡാണ്. നമ്മള് മറന്നുപോയി. നമ്മള് വിചാരിച്ച നമ്മള് മെയിൻ ആയിട്ടുള്ള എന്തോ പരിപാടിയാണ്. നമുക്ക് അല്ലെങ്കിൽ ഇവന് കൊടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു വെച്ചതാ. ഇങ്ങനെ ഒരു തരലാന്ന് ആരും കരുതി. മൈൽ സ്റ്റോൺ മേക്കേഴ്സ്. അല്ലെ, ഇത് കത്തും. സോ എല്ലാവരും കൂടി ഒരുമിച്ച് ശരത് സഭ, അസാസ് LED ലൈറ്റ്സിന്റെ മാനേജിംഗ് ഡയറക്ടർ ആസിഫ്ക, ബിന്നി ആൻഡ് നെവിൻ 4 പേര് കൂടി ഒരുമിച്ച് എന്തരിയാ എന്തിനി ഒരുമിച്ച് എന്തരിയാ എന്തോ വേറെ ആരെയും കിട്ടിയില്ല അവാർഡ് കൊടുക്കാൻ. സത്യം. ഇതൊക്കെ കാണുമ്പോ ഗതികെട്ടവൻ ഗതികെട്ടാ പുല്ലും തിന്നോന്ന് പറഞ്ഞ കണക്ക് ചെന്ന് നിന്ന് മണിക്കൂറുകളോളം അവിടെ അവരെ വായിരുന്ന അവരാതെ മൊത്തവും അത് കേട്ടിട്ട് ഇതെടുത്ത് പിടിച്ചു കൊടുത്തു. നിങ്ങളുടെ അവാർഡ് ഷോക്കിൽ മികച്ച തമ്മനയിലിന് കിട്ടാനില്ല. നീ കഴിഞ്ഞിട്ടില്ല. പ്രഷ്യസ് ഗിഫ്റ്റ് ഇത് ആർക്കും കണ്ടിട്ടില്ല. 20% ഓഫ് ഉള്ള ഒരു കുറച്ച് കൂപ്പൺസ് ആണ് തന്നേക്കുന്നത്. സൈസോ അല്ലെ 4 കൂപ്പൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ 100% നമുക്ക് റിഡീം ചെയ്യാൻ പറ്റുമോ? നല്ലൊരു ഗിഫ്റ്റ് ആണ് ഇത്. കിട്ടുന്നതൊക്കെ പ്രഷ്യസ് ഗിഫ്റ്റ് ആണ്. മൈൽ സ്റ്റോൺ എവരിവൺ. ആരും കൈയടിച്ചില്ല. ഇതിന് ശേഷം ഈ കുത്തിത്തിരിപ്പ് വിന്നി എവളെ ഒന്നിനും ആരും വിളിക്കണില്ല. ഓൾറെഡി അതെ. താങ്ക് യു സോ മച്ച് എവരിവൺ. ഒരുപാട് സന്തോഷം. സന്തോഷായില്ലേ? നല്ല സന്തോഷമായി. ഈ നിറഞ്ഞ സദസ്സിന്റെ മുമ്പിൽ അവാർഡ് വാങ്ങാൻ ഇത്രയും നിറഞ്ഞ സദസ്സ് അതവ ഊക്കിയതാണല്ലോ. നല്ല സന്തോഷായി. ഇത്രയും വയറ് വീക്ക എനിക്ക് തന്ന് എന്നെ ഊക്കി വിട്ട് ഇത്രയും മഹത് വ്യക്തിയുടെ കയ്യിൽ നിന്നാണ് അവാർഡ് ഞാൻ മേടിച്ചത്. അതുകൊണ്ട് അതൊന്നും ഒരിക്കലും മറക്കൂല എന്നാണ് പുള്ളിക്കാരൻ പറയണത്. താങ്ക് യു സോ മച്ച്. റംസാന്റെ മുഖം ഒന്ന് ശ്രദ്ധിച്ചോണേ. റംസാൻ എന്നെ ഒരുമാതിരി തോന്നണ്. 10 പേരിരുന്ന് കൈയടിക്കുന്നുണ്ട്. എന്താരെങ്കിലും കൈയടിക്കണ്ടേ ഈ പറഞ്ഞ കണക്ക്? അങ്ങനെ ഇരുന്ന് കൈയടിക്കുന്നു. സോ ഞാൻ ഇറങ്ങുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് വിനു. നന്നായി വരട്ടെ കേട്ടോ. നന്നായി. അതോടുകൂടി പുള്ളിക്കാരനെ കാണാനേ നന്നായി വരട്ടെ. കുഴിഞ്ഞിട്ട്
കൊടുത്ത കയ്യിൽ അവാർഡെന്നും പറഞ്ഞ് കൊടുത്ത സാധനം തന്നെ അത് കൈപ്പറ്റി മേടിച്ചപ്പോഴത്തേക്ക് അതിന് ശേഷം പുള്ളിക്കാരൻ്റെ പൊടി പോലും ഞാൻ കണ്ടിട്ടില്ല. പാവപ്പെട്ടവനെ ഇത്രയൊക്കെ പറഞ്ഞ് അപമാനിച്ചു വിട്ടതിന് കുത്തിത്തിരിപ്പ് ബിന്നിക്ക് വളരെ വളരെ നന്ദിയുണ്ട്. ഒരു സ്റ്റേജ് ഉണ്ട് അങ്ങ് മെയിൻ ആവേടെ കയറി നിന്ന് അങ്ങ് അപമാനിക്കണം. എന്തൊക്കെ പറയണ എന്തോ കഷ്ടമുണ്ട്. This is why 2 കൂപ്പൺ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് കൊടുത്തേക്ക്. അല്ല, ഇതിന് എന്തിനടേ ഇവളെ വായിന്ന് ഇങ്ങനെയൊക്കെ എനിക്കറിഞ്ഞൂടെ രണ്ടിനും വല്ല ചോറ് അങ്ങനെ മേടിച്ചിന്. ചോറ് വാങ്ങിച്ച് തിന്നാനല്ല ഗിഫ്റ്റ്. അത് 2 ഉണ്ടെങ്കിൽ നെവിന് കൊടുക്കാം. ഒരുമാതിരി പിച്ച അതാണ് അവളെ നിനക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ആ ബിന്നീടെ അടുത്ത് നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. ഒരു കൈ അകലം അത് നല്ലതാണ് നെവിനെ. നീ കാണിച്ചു കൂട്ടുന്ന ഈ ജനങ്ങളെ ഒന്നും അല്ലെങ്കിൽ ഒരു 50-100 പേരെങ്കിലും കാണും. സ്നേഹം ഉള്ളോണ്ടാണ് പറയണത് നെവിനോട്. എന്തിനാണ് അവളെ വാലി തൂങ്ങി നടന്നിട്ട് അവളെ തരണതും തിന്നണതും തൂറിയതും ചവച്ചങ്ങോട്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അതെന്തേരാണ് അതുവരെ അവള് വിളിച്ചു പറയണ്. സാധനത്തിന്റെ കാര്യം എനിക്ക് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഒരുമാതിരി ഇത്രയും നുണ ഉണ്ടാക്കി. ഈ പരദൂഷണ റാണിന്ന് വെച്ചാൽ ഇത്രയും പരദൂഷണം ഉണ്ടാക്കിയ ഈ ഒരു പെണ്ണും പിള്ളേരെ പിറക്കിയെന്ന് ഇവൻ നടക്കണതൊരു കഷ്ടം. എടാ ഇച്ചിരി അവള് തിന്നാൻ തരുമായിരിക്കും, പക്ഷെ അതൊന്നും വാങ്ങിച്ച് തിന്നാതെ നീ സ്വന്തമായിട്ട് പൈസ മക്കളെ അത് നല്ലതുപോലെ തരണ ആഹാരം അല്ല.